ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് റിസോഴ്സസ്, എന്താണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമായി എന്താണ് റിസോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുവിൽ ഏതെങ്കിലും ഒന്നിൽ മൂല്യമുണ്ടെങ്കിൽ ആ മൂല്യമുള്ള വസ്തുവിനെയാണ് നമ്മൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വസ്തുവിനും മൂല്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുക്കളെല്ലാം റിസോഴ്സസ് ആയിട്ട് നമുക്ക് പറയാം. റിസോഴ്സസ് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് നാച്ചുറൽ റിസോഴ്സസ്, രണ്ടാമത്തേത് ഹ്യൂമൻ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് ആണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ്, വാട്ടർ, ലൈറ്റ്, സണ്ണ്, അതുപോലെ തന്നെ ഫുഡ്, ആനിമൽസ്, മിനറൽസ് തുടങ്ങിയ വസ്തുവെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അവയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കഴിവിനെയോ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രവൃത്തി പരിചയത്തെയോ സൂചിപ്പിക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് റിന്യൂവബിൾ റിസോഴ്സസ്, രണ്ടാമത്തേത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ഇനി എന്താണ് റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് നമുക്ക് കാണാം. റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു റിസോഴ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടായി വരാൻ ചാൻസ് ഉള്ള റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി, വിൻഡ് പവർ, അതുപോലെ തന്നെ റിവർ, ഫോറസ്റ്റ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും അത് ഉണ്ടായി വരാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനെയുള്ള റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമതായി നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസ് വീണ്ടും ഉണ്ടായി വരാൻ സാധിക്കാത്ത തരത്തിലുള്ള റിസോഴ്സിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൾ, പെട്രോളിയം, ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയെല്ലാം നമ്മൾ ഉപയോഗിക്കും തോറും അത് വീണ്ടും ഉണ്ടായി വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സിനെയാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അടുത്തതായി റിന്യൂവബിൾ റിസോഴ്സസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് 6 റിന്യൂവബിൾ റിസോഴ്സിനെ കുറിച്ചാണ്. ഫോറസ്റ്റ് റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ്, മിനറൽ റിസോഴ്സസ്, ലാൻഡ് റിസോഴ്സസ്, ഫുഡ് റിസോഴ്സസ് ആൻഡ് എനർജി റിസോഴ്സസ്. ഇനി ഇവയെല്ലാം ഓരോന്നായി നമുക്ക് പഠിക്കാം. എന്താണ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് നമുക്ക് നോക്കാം. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബയോട്ടിക് കമ്മ്യൂണിറ്റിയാണ്. അതായത് ട്രീസും, പ്ലാന്റ്സും, ആനിമൽസും, ബേഡ്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ഏകദേശം 31% ഏരിയ ഫോറസ്റ്റിനാൽ കവേർഡ് ആണ്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് കാണാം. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഭൂമിയിൽ മൊത്തമുള്ള ഫോറസ്റ്റിൻ്റെ ഏകദേശം ഏരിയ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഭാഗം കാണാം. ഏകദേശം 20.1% അവിടെ ഫോറസ്റ്റ് ഉള്ളത്. അതായത് റഷ്യയാണ് ആ രാജ്യം. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് റിസർവ് ഉള്ളത് റഷ്യയിലാണ്. അതിനുശേഷം ബ്രസീൽ, പിന്നീട് കാനഡ, അടുത്തതായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, പിന്നീട് ചൈന. ഇന്ത്യയിൽ ഏകദേശം 1.8%, അതായത് ഈ ലോകത്തിൻ്റെ 1.8% മാത്രമേ ഇന്ത്യയിൽ ഫോറസ്റ്റ് റിസർവ് ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം കുറവാണ് നമ്മുടെ രാജ്യത്തെ ഫോറസ്റ്റ് റിസർവ് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഒരു ഫോറസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഫോറസ്റ്റിന് മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തേത് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, രണ്ടാമത്തേത് പ്രൊഡക്റ്റീവ് ഫങ്ഷൻ, മൂന്നാമത്തേത് ആക്സസറി ഫങ്ഷൻ. സോ എന്താണ് ഈ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ? പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റുകൾ പ്രകൃതിയെ വളരെയധികം രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നുണ്ട്. അതായത് സോയിൽ എറോഷൻ, അതായത് മണ്ണൊലിച്ചിൽ, ഡ്രോട്ട് അതായത് വരൾച്ച, ഫ്ലഡ് വെള്ളപ്പൊക്കം, ഇൻറ്റൻസ് റേഡിയേഷൻ തുടങ്ങിയവയിൽ നിന്നെല്ലാം ഫോറസ്റ്റ് പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്. അതാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പ്രൊഡക്റ്റീവ് ഫങ്ഷൻ. പ്രൊഡക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ മനുഷ്യന് ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ധാരാളം മെഡിസിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം മരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണമുള്ള ചെടികളും തേൻ പോലുള്ള സാധനങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് പ്രൊഡക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ആക്സസറി ഫങ്ഷൻ. ആക്സസറി ഫങ്ഷൻ എന്ന് പറയുന്നത്
ഫോറസ്റ്റുകളിൽ ആണ് മെയിനായിട്ട് നമുക്ക് വൈൽഡ് ലൈഫ് ആനിമൽസിനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് ആനിമൽസിന് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷെൽട്ടറാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഫോറസ്റ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെയായിട്ട് സാധിക്കും. കാരണം അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ പച്ചപ്പും എല്ലാം കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിനൊരു ശാന്തി സമാധാനം ലഭിക്കും. അതാണ് ആക്സസറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ വാട്ടർ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നതിൽ ഫോറസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫോറസ്റ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ഫോറസ്റ്റിൻ്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഭൂമിയുടെ താപനിലയും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹൈഡ്രോളജിക്കൽ സൈക്കിളും കൺട്രോൾ ചെയ്യുന്നതിൽ ഫോറസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ വെള്ളം ആവിയായി ആകാശത്ത് നിന്ന് അത് തണുത്തുറഞ്ഞ് മഴയായിട്ട് പെയ്യുന്നതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നതിൽ ഫോറസ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് ക്രമീകരിക്കുന്നതിൽ ഫോറസ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്ലാന്റ്സ് ആണ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മെയിൻ ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് മണ്ണിൽ വെള്ളത്തിൻ്റെ അംശം പിടിച്ചു നിർത്താനായിട്ട് ഫോറസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വരൾച്ച കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് സോയിൽ എറോഷൻ, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഫോറസ്റ്റിന് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സോയിലിൻ്റെ വളക്കൂറ്, അതായത് ഫെർട്ടിലിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് ഫോറസ്റ്റിന് സാധിക്കുന്നുണ്ട്. അതായത് ഫോറസ്റ്റിൽ മരങ്ങളിലെ ഇലകൾ കൊഴിഞ്ഞ് വീണ് അത് അഴുകി അതൊരു വളമായിട്ട് ഫോറസ്റ്റിൽ മാറുന്നു. അങ്ങനെ ആ ഒരു മണ്ണിൻ്റെ ക്വാളിറ്റി, ഫെർട്ടിലിറ്റി വളരെയധികം കൂടുന്നു. അടുത്തതായിട്ട് വലിയ കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കങ്ങൾ തുടങ്ങിയ അപകടങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിൽ ഫോറസ്റ്റ് ഹെൽപ്ഫുള്ളാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനിമൽസ്, വൈൽഡ് ലൈഫ് ആനിമൽസ്, അതുപോലെ തന്നെ റേഡിയേഷൻസ് തുടങ്ങിയ ഇതിൽ നിന്നെല്ലാം ആനിമൽസ് സംരക്ഷിക്കാനായിട്ട് ഫോറസ്റ്റ് ഹെൽപ്ഫുള്ളാണ്. പിന്നീടായിട്ട് എയർ പൊല്യൂഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭംഗി കൂട്ടാനായിട്ടും ഫോറസ്റ്റ് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയാണ് ഫോറസ്റ്റിൻ്റെ എക്കോളജിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തതായി എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫോറസ്റ്റ് എന്താണെന്ന് നോക്കാം. എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഫോറസ്റ്റിന് എന്തൊക്കെ ലാഭങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിൽ വുഡുണ്ട്, ടിമ്പർ, മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് എക്കോണമി ഓഫ് ട്രൈബൽസ്. വുഡ്, ടിമ്പർ എന്ന് പറയുന്നത് കാരണം നമുക്കൊരു ഫോറസ്റ്റിൽ നിന്ന് ധാരാളം ഇപ്പോൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ പോലും ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് വുഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫർണിച്ചറോ അല്ലെങ്കിൽ വീടുകളോ നിർമ്മിക്കാനായിട്ട് തടികൾ ആവശ്യമാണ്. അതെല്ലാം നമുക്ക് ഫോറസ്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഹണി അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ മെഡിസിനൽ പ്ലാന്റ്സ്, ഇവയെല്ലാം ആണ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അടുത്തിടെ എക്കണോമി ഓഫ് ട്രൈബൽസ് എന്ന് പറയുന്നത് ഇപ്പോഴും കാടുകളിൽ ആദിവാസി മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവർ ആ കാടുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ജീവിക്കുന്നത് ആ ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവരുടെ ജീവിതം ആ ഒരു ഫോറസ്റ്റാണ് തീരുമാനിക്കുന്നത്. അതാണ് എക്കോണമി ഓഫ് ട്രൈബൽസ് എന്ന് പറയുന്നത്. അടുത്തതായി ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വളരെ മാസീവായിട്ട് കാടുകൾ വെട്ടി നശിപ്പിക്കുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ഒന്നാമത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻസ്, അതായത് സ്ഥിരമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് മാറി കൃഷികൾ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മണ്ണിൻ്റെ ഘടനയെ മാറും. അതുപോലെ തന്നെ ധാരാളം മരങ്ങൾ വെട്ടിമുറിക്കേണ്ടി വരും. അങ്ങനെയാണ് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ കാരണം. രണ്ടാമത്തേത് ഓവർ ഗ്രേസിംഗ് ആൻഡ് കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു പാസ്ചർ ഫോർ ഡൊമസ്റ്റിക് ആനിമൽസ്, അതായത് ഡൊമസ്റ്റിക് ആനിമൽസിനെ വളർത്താനായിട്ട് ധാരാളം ഏരിയകൾ മനുഷ്യർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ മരങ്ങളും കാടുകളും വെട്ടി നശിപ്പിക്കുന്നു. മൂന്നാമത്തേത് ഫോർ ഫ്യൂവൽ ഗുഡ് ഗ്യാതറിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ലോഗിങ്, അതായത് വിറക് കത്തിക്കാനും അതുപോലെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് വീട് പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനോ എല്ലാം ഫോറസ്റ്റിൽ നിന്ന് മരങ്ങൾ ധാരാളം വെട്ടിമുറിക്കുന്നു. അതും ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നു. അതുകൂടാതെ മൈനിങ്, ക്വാറിങ്, ക്ലിയറൻസ് ഓഫ് ഫോറസ്റ്റ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഡാം കൺസ്ട്രക്ഷന് നമ്മൾ മൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മെറ്റൽ ക്വാറികൾ,
ഇവയെല്ലാം നിർമ്മിക്കുന്നത് വഴി ധാരാളം മരങ്ങൾ നമുക്ക് നശിപ്പിക്കേണ്ടി വരുന്നു. പിന്നെ അടുത്തതായിട്ട് കൺവേർഷൻ ഓഫ് അഗ്രികൾച്ചർ ആസ് എ ബിസിനസ്. അതായത് നമ്മൾ കൃഷി ഒരു ഉപജീവനത്തിന് പകരം ഒരു ബിസിനസ്സായി മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ധാരാളം ഏരിയയിൽ കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി ധാരാളം മരങ്ങൾ നമ്മൾ ആ പ്രദേശത്ത് വെട്ടി നശിപ്പിക്കേണ്ടി വരുന്നു. അടുത്തത് റീസെറ്റിൽമെൻറ്റ് പ്രോഗ്രാംസ് സ്പോൺസർഡ് ബൈ ഗവൺമെൻറ് ഫോർ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഓൺ ഫോറസ്റ്റ് സൈഡ്. അതായത് ഫോറസ്റ്റ് സൈഡിലുള്ള മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് ഫോറസ്റ്റിൽ തന്നെ സർക്കാരുകൾ സ്ഥലം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി ധാരാളം ഫോറസ്റ്റ് നശിച്ചു പോകുന്നു. അതും ഡിഫോറസ്റ്റേഷൻ ഒരു കാരണമാണ്. അടുത്തതായി ഫോറസ്റ്റ് ഫയർ നമ്മൾ ധാരാളം കാണുന്നതാണ്. ഇപ്പം എന്തെങ്കിലും മനുഷ്യൻ്റെ കയ്യിൽ നിന്നുള്ള തെറ്റ് മൂലമോ അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമോ ഫോറസ്റ്റ് ഫയർ സംഭവിക്കാറുണ്ട്. നമ്മൾ ഈയിടയ്ക്ക് കണ്ടതാണ് ഓസ്ട്രേലിയയിലും അതുപോലെ ഉത്തരാഖണ്ഡിലും എല്ലാം ഹെക്ടർ കണക്കിന് ഫോറസ്റ്റാണ് ഫോറസ്റ്റ് ഫയർ നശിച്ചു പോയത്. അടുത്തതായിട്ട് നാച്ചുറൽ എനിമീസ് ഓഫ് ഫോറസ്റ്റ് ലൈക്ക് ടെർമൈറ്റ്സ്, സൈക്കോ പാത്തോളജിക്കൽ ഡിസീസ്. അതായത് ഏതെങ്കിലും ഡിസീസ് വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണികളുടെ എല്ലാം ഉദരങ്ങൾ വഴി ഈ ധാരാളം മരങ്ങൾ നശിച്ചു പോകാം. അങ്ങനെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. അടുത്തതായി എന്തൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ്റെ എഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സോയിൽ എറോഷനാണ് ഡീഫോറസ്റ്റേഷൻ വഴി സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം. അതായത് ഫോറസ്റ്റിൽ ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ സോയിലിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ട്രീസിൻ്റെ റൂട്ട്സ് സോയിലിലേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങി ആ സോയിലിനെ എല്ലാം പിടിച്ചു വയ്ക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ സോയിൽ എറോഷൻ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അടുത്തതായി കൺവേർഷൻ ഓഫ് ഗ്രീൻ ലാൻഡ് മാസ് ഇൻറ്റു സാൻഡ് ഡെസേർട്സ്. അതായത് പച്ചപ്പായിട്ടുള്ള പല പ്രദേശങ്ങളും മരുഭൂമിയായിട്ട് മാറാനായിട്ട്, അതായത് വരൾച്ച സംഭവിക്കാനായിട്ട് ഡീഫോറസ്റ്റേഷൻ കാരണമാകുന്നു. പിന്നീട് ഇപ്പോൾ ഒരു ഡാം കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് കൺസ്ട്രക്ഷനോ വരുമ്പോൾ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യരെ നമുക്ക് അവിടെ നിന്ന് മാറ്റേണ്ടി വരുന്നു. അപ്പോൾ അവർക്കൊരു ജീവിതമാർഗ്ഗം ഇല്ലാതെ വരുന്നു. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നത് ഫോറസ്റ്റാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നത് വഴി റെയിൻഫോൾ കുറയുകയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ വല്ലാതെ കൂടുകയും അതിന് വഴിയായിട്ട് ടെമ്പറേച്ചർ വളരെയധികം നമ്മുടെ ഭൂമിയിൽ കൂടുകയും ചെയ്യുന്നു. അടുത്ത ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് റീചാർജിങ് ഓഫ് അണ്ടർഗ്രൗണ്ട് റിസർവോയ്സ്. അതായത് ഫോറസ്റ്റുകളുടെ എണ്ണം, അതായത് മരങ്ങളുടെ എണ്ണം കുറയുന്നത് വഴി ഭൂമിയിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവ് വളരെയധികം കുറയുന്നു. അത് വാട്ടർ സ്കേർസിറ്റിക്ക് കാരണമായി തീരുന്നു. അടുത്തതായിട്ട് നമ്മൾ മരങ്ങൾ കുറയുന്നത് വഴി നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ആവശ്യമായ വിറകുതടികളും അങ്ങനത്തെ കാര്യങ്ങളും ലോക്കൽസിന് കിട്ടാതെ വരുന്നു. പിന്നെ ഒരു ടോട്ടലായിട്ട് എക്കോളജിക്കൽ ഇംബാലൻസ് ആണ് നമ്മുടെ പ്രകൃതി സംഭവിക്കുക. അതായത് ധാരാളം സ്പീഷീസും ധാരാളം പ്ലാന്റ്സും എല്ലാം ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്ന വഴി ഈ ഒരു പ്ലാന്റ്സും ആനിമൽസും എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഡീഫോറസ്റ്റേഷൻ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിസോഴ്സ് വാട്ടർ റിസോഴ്സാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭൂമിയിൽ ലഭിക്കുന്ന വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് റെയിൻഫോൾ, രണ്ടാമത്തെ ഗ്രൗണ്ട് വാട്ടർ, മൂന്നാമത്തേത് സർഫസ് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് അടിയിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറാണ് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ മിക്കപ്പോഴും ബോർവെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രൗണ്ട് വാട്ടറിനെ യൂസ് ചെയ്യുന്നത്. സർഫസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാമുകൾ പോലെയോ അല്ലെങ്കിൽ ചെറിയ തടാകങ്ങൾ പോലെ സൂക്ഷിച്ചിരിക്കുന്ന വാട്ടറാണ് സർഫസ് വാട്ടർ എന്ന് പറയുന്നത്. അടുത്ത് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഇന്നത്തെ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു മനുഷ്യന് ഡെയിലി 50 ലിറ്ററോളം വെള്ളം വേണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 50 ലിറ്റർ വെള്ളം സാധാരണഗതിയിൽ ഒരു ഡെവലപ്പ് അല്ലാത്ത നേഷനിൽ കിട്ടാറില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം വെള്ളത്തിന് അത് ഇത്രയധികം ദൗർലഭ്യമാണ്.
ഇവിടെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് അമേരിക്കൻസിന് ഏകദേശം 600 ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം. യൂറോപ്യൻസിനാകട്ടെ 250 to 300 ലിറ്റർ. അതുപോലെ ഇന്ത്യൻസിന് ഏകദേശം 50 ലിറ്റർ പെർ ഡേ ആണ് വേണ്ടത്. ഇതേ അവസ്ഥയിൽ ആഫ്രിക്കൻ ഫാമിലീസ് എന്ന് പറഞ്ഞാൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് സൊമാലിയ പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഏകദേശം 23 ലിറ്ററോളം വെള്ളമാണ് അവർക്ക് ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏകദേശം നമ്മുടെ ശരീരത്ത് 1% വെള്ളം താഴ്ന്നു കഴിഞ്ഞാലാണ് നമുക്ക് ദാഹം അനുഭവപ്പെടുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു 10% നമുക്ക് വെള്ളത്തിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം സർഫസ് വാട്ടറും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറും വളരെയധികം നമ്മൾ ഓവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകളേക്കാളും അപ്പുറമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. കാരണം ഇന്നത്തെ അവസ്ഥയിൽ ധാരാളം സ്ഥലങ്ങളിൽ ബോർവെല്ലുകളൊക്കെ വളരെയധികം കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ധാരാളം ബോർവെല്ലുകളാണ് ദിവസം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് 700, 1000, 1500 അടി താഴ്ചയിലാണ് ഈ ഒരു ബോർവെല്ല് നിർമ്മിക്കുന്നത്. അത് ഗ്രൗണ്ട് വാട്ടറിനെ വല്ലാത്ത രീതിയിൽ ഇല്ലാതാക്കുന്നു. അടുത്തത് പൊല്യൂഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. നമ്മുടെ സർഫസ് വാട്ടറിനെയും അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറിനെയും പൊല്യൂട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ, രണ്ടാമത്തേത് അഗ്രികൾച്ചർ റൺ ഓഫ് ആൻഡ് ഇംപ്രോപ്പർ അഗ്രികൾച്ചർ പ്രാക്ടീസസ്, മൂന്നാമത് സോഷ്യൽ പ്രാക്ടീസസ്, പിന്നെ അർബനൈസേഷൻ. അതായത് ഇൻഡസ്ട്രിയലൈസേഷനാണ് ഈ വാട്ടർ പൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമ്മൾ പണ്ടത്തെ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ കമ്പനികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഈ കമ്പനികളെല്ലാം നദീതീരത്തോട് ചേർന്നിട്ടാണ് അവർ സ്ഥാപിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വേസ്റ്റുകൾ പുറത്തുള്ളതിനായിട്ട് ഏറ്റവും സൗകര്യമായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് വാട്ടർ ബോഡീസാണ്. നമ്മുടെ വലിയ നദികളും പുഴകളും പോലെ സ്ഥലങ്ങളിലാണ് അവർ കമ്പനികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് പുറന്തള്ളപ്പെടുന്നത്. അത് ആ ഒരു നമ്മുടെ വാട്ടർ ബോഡീസിനെ വളരെയധികം ശോഷിപ്പിക്കും. അതുപോലെ ഒത്തിരി കെമിക്കൽ പ്ലാന്റ്സ് നമ്മുടെ രാജ്യത്തുണ്ടെന്നറിയാം. ആ കെമിക്കൽ പ്ലാന്റ്സ് ഡിസ്പോസ് ചെയ്യുന്നത് വഴി അത് അണ്ടർഗ്രൗണ്ട് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് പൊല്യൂട്ടഡ് ആക്കുന്നു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നതായിട്ട് നമുക്കറിയാം. എന്തൊക്കെയാണ് മെയിനായിട്ട് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്? പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആക്കുന്ന എന്താണോ അതാണ് പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ വേസ്റ്റ്, അതുപോലെ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതിലേറ്റവും അപകടകാരിയായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ വേസ്റ്റ് തന്നെയാണ്. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന കെമിക്കൽ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കൃഷിക്കാണെങ്കിൽ ഉപയോഗിക്കുന്ന വളങ്ങളാണെങ്കിൽ പോലും, രാസവളങ്ങളാണെങ്കിൽ പോലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വളരെയധികം അണ്ടർഗ്രൗണ്ട് വാട്ടറിന് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന് വളരെയധികം ദോഷകരമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെയും അതുപോലെ തന്നെ സർഫസ് വാട്ടറിനെയും നമ്മൾ പൊല്യൂട്ട് ചെയ്യുകയാണ്. ഇനി ഫ്ലഡ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫ്ലഡ്സിനെ കുറിച്ച് അധികം പറയണമെന്നില്ല, കാരണം നമ്മളെല്ലാവരും തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതമുഖങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പോൾ പറയുന്ന കണക്കനുസരിച്ച് ലോകത്തിൽ 70% പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്കറിയാം. എക്സസ് ആയിട്ടുള്ള മഴയോ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഐസുകൾ മെൽറ്റ് ചെയ്തൊക്കെയാണ് ഈ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്ട്സ് നമുക്കറിയാം. ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ഡാമേജ് ടു ഇറിഗേഷൻ ഇതൊക്കെ സംഭവിക്കാം. സോയിൽ എറോഷൻ, വൈൽഡ് ലൈഫിനെ എല്ലാം നശിച്ചു പോകുന്നു. അതുപോലെ തന്നെ പവർ സപ്ലൈ നശിച്ചു പോകുന്നു. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയസുള്ള ആൾക്കാർക്ക് വളരെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. തുടങ്ങിയവയാണ് ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓരോ വർഷം കഴിയുന്തോറും ഫ്ലഡിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വരികയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പണ്ടത്തെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലുമാണ് നമ്മൾ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ ബിൽഡിങ്സുകളും നമ്മൾ പണിയുന്നത്. അപ്പോൾ പുഴയ്ക്ക് അല്ലെങ്കിൽ വെള്ളത്തിന് സഞ്ചരിക്കാനായിട്ടുള്ള ഒരു വഴി ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുഴ ഒഴുകിക്കൊണ്ടിരുന്ന പഴയ വഴികൾ മഴ വരുമ്പോൾ ആ പുഴ തിരിച്ചു പിടിക്കുന്നു. അതാണ് ഇന്നത്തെ ഫ്ലഡിൻ്റെ ഏറ്റവും കൂടുതൽ കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്.
അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഡ്രോട്ട് എന്നുള്ളതാണ്. ഡ്രോട്ട് എന്ന് പറയുന്നതിൻ്റെ മലയാളം വരൾച്ച എന്നാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം മഴ പെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് വരൾച്ച എന്ന് പറയുന്നത്. അതായത് സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും ഒട്ടും ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് ഏകദേശം 40% ഈ ഒരു രാജ്യത്തല്ല, നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏകദേശം 40% ആൾക്കാർ ഈ വരൾച്ച കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഈ ഡ്രോട്ട് വരുന്നതിന് മെയിൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഡീഫോറസ്റ്റേഷനും അതുപോലെ തന്നെ പൊല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡ്രോട്ടിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്.